പ്രിയ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലൊക്കെ വരുന്ന അക്കൗണ്ടൻസി എക്സാം ഉണ്ടല്ലോ. ആ എക്സാമിന് കുറച്ച് ജേണൽ എൻട്രീസ്, അത് ഒത്തിരി കുട്ടികൾ ഡൗട്ട് ചോദിച്ച എൻട്രിയാണ് ഞാനിന്ന് പറയാൻ പോണേ കേട്ടോ. ഇൻട്രസ്റ്റിന്റെ എൻട്രിയാണത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഗുഡ്സിന്റെ പറഞ്ഞിരുന്നു. ഇനി ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇൻട്രസ്റ്റ് നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടേംസ്, അക്കൗണ്ടിങ് ടേംസ് പഠിച്ചപ്പോഴേ അവിടെ നമ്മൾ പഠിച്ച സംഭവങ്ങളാണ് ക്യാപിറ്റല്. അത് ചില സ്കൂളുകളിലെ ചില കുട്ടികൾക്കൊക്കെ അത് ട്രയൽ ബാലൻസിലേക്ക് വരുന്നതും പറഞ്ഞു കൊടുത്തിരുന്നു. ഇല്ലാത്തവർക്ക് ഞാനിപ്പോ പറഞ്ഞുതരാം. ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ഓണേഴ്സ് ലയബിലിറ്റിയാണ്. അപ്പൊ നമുക്ക് ട്രയൽ ബാലൻസിൽ അത് ഇവിടെ വരുള്ളൂ. അതായത് ഇത് ഡെബിറ്റ് കോളും ഇത് ഡെബിറ്റ് എമൗണ്ടും ഇത് ക്രെഡിറ്റ് എമൗണ്ടും ആണ് കേട്ടോ. ട്രയൽ ബാലൻസിൽ കാണിക്കുന്ന ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും ആണ്. അപ്പൊ നമ്മള് ഇവിടേക്കാണ് നമ്മളത് എഴുതുള്ളൂ. ക്യാപിറ്റലിന്റെ ക്രെഡിറ്റില് ലയബിലിറ്റി ആയതുകൊണ്ട്. ഇനി ട്രയൽ ബാലൻസ് എന്താണെന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാനത് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ജേണൽ എൻട്രിയിൽ നിന്നും നമ്മൾ ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും. ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ ജേണൽ എൻട്രിയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ജേണൽ ഈസ് എ ഡേ ബുക്ക്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബുക്സ് ഓഫ് പ്രൈം എൻട്രി ബിക്കോസ് എവരി ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ദി ജേണൽ. ഏത് ട്രാൻസാക്ഷൻസും ആദ്യം ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ജേണലിനെ ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ. അപ്പോ ഈ ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചിരുന്നു. നമ്മളത് കണക്ക് ചെയ്തു. അപ്പൊ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസിങ് ഫിഗർ എടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ് കേട്ടോ. അപ്പൊ നമ്മള് ജേണലിൽ നിന്ന് ഇപ്പൊ നമ്മൾ ലെഡ്ജർ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ലെഡ്ജറില് പർച്ചേസസ്, ആ പർച്ചേസസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൊല്ലം മൊത്തം നടത്തിയ പർച്ചേസസിന്റെ ബാലൻസിങ് ഫിഗർ ആണ് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എടുത്തെഴുതുന്നത്. അപ്പോ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസിങ് ഫിഗർ എടുത്താണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസിൽ നിന്നാണ് ഫൈനൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അത് നമുക്ക് അവസാനം വരുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് ഓർത്ത് വെക്കേണ്ടത് ഈ ട്രയൽ ബാലൻസിന്റെ രണ്ട് കോളത്തില്, ഈ കോളത്തിൽ വരുന്നത് എക്സ്പെൻസസും അസറ്റും, ഈ കോളത്തിൽ വരുന്നത് ഫേമിന്റെ ഇൻകം ലയബിലിറ്റിയാണ്. അപ്പൊ ക്യാപിറ്റല് ഓണേഴ്സ് ലയബിലിറ്റി, പ്രൊപ്പറേറ്ററോടുള്ള ലയബിലിറ്റിയാണ്. അപ്പൊ അത് നമ്മൾ ലയബിലിറ്റിയിൽ എഴുതും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ലയബിലിറ്റിയാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ബാങ്കിൽ നിന്നും എക്സസ് ആയിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യണതാണ്. അപ്പോ അതും ലയബിലിറ്റിയാണ്. ലോൺ എന്ന് പറഞ്ഞാലും ലയബിലിറ്റിയാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫേമിനത് അസറ്റ് ആണ്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാലും അത് ഫേമിന് അസറ്റ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റല് കുറയണമെങ്കിൽ ഓപ്പോസിറ്റ് ബാലൻസ് കൊടുത്താലേ ക്യാപിറ്റല് കുറയുള്ളൂ. അപ്പൊ ക്യാപിറ്റലിൽ നമ്മൾ ഇവിടെയാണ് ഡ്രോയിങ്സ് കുറയണമെങ്കിൽ ഇവിടെ കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ട്രയൽ ബാലൻസിൽ ഈ സംഭവങ്ങൾ കാണിക്കുന്നത്. ഇതിന്റെ ഇൻട്രസ്റ്റിന്റെ ജേണൽ എൻട്രിയാണ് മക്കൾക്ക് ഇപ്പൊ എക്സാമിന് ചോദിക്കുന്നത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ മക്കൾ ഓർത്ത് വെക്കേണ്ടതാ, അതായത് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കൂടാണ്. അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി വരാണ്. അപ്പൊ അവിടെ ക്യാപിറ്റൽ കൂടാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ നമ്മള് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് എൻട്രി കൊടുക്കുമ്പോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം ഓർത്ത് വെക്കുക. ഈ എൻട്രി എപ്പോഴും വരുന്നതാണ് കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്താൻ കാരണം? ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോ ഇൻട്രസ്റ്റ് കിട്ടുമ്പോ അവിടെ ഇൻട്രസ്റ്റും കൂടി കൂടാണ് ചെയ്യുന്നത്. അപ്പോ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെയിം ബാലൻസ് കൊടുക്കണം. ഡിക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ബാലൻസ് കൊടുക്കണം. അപ്പൊ നമ്മള് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ മക്കൾ ഓർത്ത് വെക്കുക, ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അതുപോലെ തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു എന്ന് മക്കളുടെ എക്സാമിന് ചോദിക്കാം. ഈ വരുന്ന എക്സാമിനൊക്കെ കൊണ്ടാക്കാം. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ ജേണൽ എൻട്രി ചോദിച്ചാൽ അതും ലയബിലിറ്റിയാണ്. അപ്പൊ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്.
നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എങ്ങനെ വരണം? അതായത് നമ്മൾ ഇതിൽ നിന്ന് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേ ഈ സൈഡിൽ കിടക്കുന്നതിന്റെ എല്ലാത്തിന്റെയും ഇൻട്രസ്റ്റ് ഇവിടെ വരുള്ളൂ കേട്ടോ. അത് ഓർത്ത് വെക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ വരും. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് OD, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ വരും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈ സൈഡിൽ വരും. സെയിം സൈഡിലാണ് ഇതിന്റെയൊക്കെ ഇൻട്രസ്റ്റ് വരുന്നത്. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് അവിടെ നമുക്ക് ക്രെഡിറ്റ് ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് എമൗണ്ട് കൊളത്തി കിടന്ന ഓരോ ഐറ്റത്തിന്റെയും ഇൻട്രസ്റ്റ് നമ്മൾ P&L അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് ഡെബിറ്റിലാണ് കാണിക്കുന്നത്. P&L അക്കൗണ്ട് മക്കൾക്ക് ഇപ്പൊ ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റ് എഴുതാൻ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു തന്നത്. അപ്പൊ ഏതിന് ഇൻട്രസ്റ്റ് ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഭവങ്ങള് ക്രെഡിറ്റിലാ കിടക്കുന്നേ. അപ്പോ അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നിങ്ങളോട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എൻട്രി എങ്ങനെ കൊടുക്കും? ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് OD, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് വരണം? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ എമൗണ്ട് കൂടണം. അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് അത് കൂടണമെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഇനി ലോണിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്താ എൻട്രി കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ത് വരും? ബാങ്ക് ലോൺ, അതായത് ലോൺ എന്ന് എഴുതും. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ അത് കൂടുന്ന സംഭവങ്ങള് നമ്മൾ എന്ത് ചെയ്തു? അത് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഡെബിറ്റ് ചെയ്തിട്ട് പർട്ടിക്കുലർ ഐറ്റം നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി ഇൻവെസ്റ്റ്മെന്റിനും ഡെപ്പോസിറ്റിനും ഡ്രോയിങ്സിനും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കിടക്കുന്നത് എവിടെ നോക്കി? ഡെബിറ്റിലാണ് കിടക്കുന്നത്. അസറ്റ് ആണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ്, ഡെപ്പോസിറ്റ് അസറ്റ് ആണ്, ഡ്രോയിങ്സും അസറ്റ് ആണ്. ഇതിന് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ നമ്മൾ P&L അക്കൗണ്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഇപ്പുറത്തേ എഴുതുള്ളൂ. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻട്രസ്റ്റ് ഇവിടെ വരും, അതുപോലെ തന്നെ ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇവിടെ വരും, അതുപോലെ തന്നെ ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റും ഇവിടെ. ഡ്രോയിങ്സ് അല്ലാട്ടോ, ഇതെല്ലാം ഇൻട്രസ്റ്റ് ആണ്. എല്ലാത്തിന്റെയും ഇൻട്രസ്റ്റ് ഇവിടെ വരും. ഈ സൈഡിൽ അതിന്റെ ഇൻട്രസ്റ്റ് വരുള്ളൂ. കാരണം അത് ഡെബിറ്റിലാണ് ട്രയൽ ബാലൻസിൽ കിടക്കുന്നത്. അപ്പൊ ക്രെഡിറ്റിലേക്ക് വരും. ഇനി അതിന്റെ ജേണൽ എൻട്രി ചോദിക്കുമ്പോ ജേണൽ എൻട്രി തെറ്റിക്കാതെ എഴുതണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്താ ചെയ്തേക്കണേ? ഡെബിറ്റ് ആണ് ചെയ്തേക്കണേ. ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ്. അസറ്റ് എല്ലാം ഡെബിറ്റേ ചെയ്യുള്ളൂ. അപ്പോ അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി എന്ത് വരണം? ഇൻവെസ്റ്റ്മെന്റ് കൂടണം. ഇൻവെസ്റ്റ്മെന്റ് കൂടണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഡെബിറ്റ് അല്ലേ ചെയ്തിരിക്കുന്നേ? അപ്പോ ഡെബിറ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റിന് ഇൻട്രസ്റ്റ് കിട്ടണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെയിം ബാലൻസ് കൊടുക്കേണ്ടി വരും. ഇൻവെസ്റ്റ്മെന്റിന്റെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻവെസ്റ്റ്മെന്റ് ഡെബിറ്റ് ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ ബാലൻസ് കൂടണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വീണ്ടും ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ഡ്രോയിങ്സിനായാലും ഇൻട്രസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റാ ചെയ്തേക്കണേ. ഇതിന്റെ ക്യാപിറ്റല് വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോ ഓർത്ത് വെക്കാം, ക്യാപിറ്റല് കുറയാണ് അല്ലെ? ക്യാപിറ്റല് കുറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റല് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ക്യാപിറ്റല് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്ത എമൗണ്ടിനും പുറമെയാണ് അവര് ഇൻട്രസ്റ്റ് അതിന് ചാർജ് ചെയ്തേക്കണത്. അപ്പൊ നമ്മൾ എൻട്രി എഴുതും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തേ? അതായത് ക്യാപിറ്റൽ കുറയണം. ഇതിന്റെ എൻട്രി ആണ് ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ എൻട്രി ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്തു. കാരണം എന്താ? വിഡ്രോ ചെയ്യുമ്പോ അയാളുടെ ക്യാപിറ്റൽ കുറയാണ്. അപ്പോ അയാള് വിഡ്രോ ചെയ്ത തുകയ്ക്ക് വീണ്ടും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാണ്. അപ്പൊ വീണ്ടും ആ ക്യാപിറ്റൽ കുറയണ്ടേ? ക്യാപിറ്റൽ കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം. കാരണം എന്താ? ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ആ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ക്യാപിറ്റൽ കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റലിന്
ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എൻട്രി എന്ത് എഴുതും? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് എഴുതും. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് എപ്പോഴും പർട്ടിക്കുലർ ഐറ്റം അതിന്റെ ഇൻട്രസ്റ്റ് വരുമ്പോൾ പർട്ടിക്കുലർ ഐറ്റത്തിന്റെ എമൗണ്ട് കൂടാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റിന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോഴോ ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡെബിറ്റ് ചെയ്താലേ നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റും ഡെബിറ്റ് ചെയ്താലേ ഇൻവെസ്റ്റ്മെന്റ് കൂടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് കൂടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് തന്നെ ചെയ്യേണ്ട വരും. ഡെബിറ്റ് തന്നെ ചെയ്യേണ്ട വരും. അപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് കൂടുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കൂടണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? അത് കൂടണമെന്നുണ്ടെങ്കിൽ സെയിം ബാലൻസ് കൊടുക്കേണ്ട വരും. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഇത്രേ ഉള്ളൂ. സെയിം ബാലൻസ് എമൗണ്ട് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ബാലൻസ് എമൗണ്ട് കുറയുന്നു. അപ്പോ നിങ്ങളുടെ എക്സാമിന് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി ചോദിച്ചാൽ മറക്കരുത്, ക്യാപിറ്റല് കൂടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എപ്പോഴും ചോദിക്കും. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചോദിച്ചാലും ഓർത്ത് വെക്കാം, അവിടെ ക്യാപിറ്റൽ കുറയാണ്. അയാൾ വിഡ്രോ ചെയ്തപ്പോ ക്യാപിറ്റൽ കുറയാണ്. വിഡ്രോ ചെയ്ത എമൗണ്ടിന് വീണ്ടും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും ക്യാപിറ്റൽ കുറയാണ്. ക്യാപിറ്റൽ കുറയണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ബാലൻസ് കിടക്കുന്ന ക്യാപിറ്റലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്താലേ ക്യാപിറ്റൽ കുറയുള്ളൂ. അപ്പോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കേസിൽ ക്യാപിറ്റൽ ഡെബിറ്റ് ആണെന്ന് ഓർത്ത് വെക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസിൽ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെയാണ് മറ്റുള്ള ഈ ലോണിന്റെ ഒക്കെ ഇൻട്രസ്റ്റ് വന്നാലും ലോണിന്റെ എമൗണ്ട് കൂടണം അല്ലേ? ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്ത വായ്പ അത് ലൈബിലിറ്റി ആണ്. അപ്പോ ലോണിന്റെ കൂടെ ലോണിന്റെ ഇൻട്രസ്റ്റും നമുക്ക് കൂടണം. ലോണിന്റെ കൂടെ ലോണിന്റെ ഇൻട്രസ്റ്റും കൂടി വരാണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ആ ലോണിന്റെ എമൗണ്ട് കൂടണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിന്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുത്ത പോലെ അപ്പൊ കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തന്നെ ക്രെഡിറ്റ് ചെയ്യണം, ലോണിനെ തന്നെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡെബിറ്റ് ചെയ്തിട്ട് ലോണിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ലോണിന്റെ എമൗണ്ട് കൂടും. അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇൻട്രസ്റ്റിന്റെ കേസിൽ എപ്പോഴും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ ഗുഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഈ വരുന്ന എക്സാമിന് എപ്പോഴും ഗുഡ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. പിന്നെ ഒരു 4 കേസ് ഉണ്ട്, അതായത് അക്കൗണ്ടിങ് ഈക്വേഷൻ. അക്കൗണ്ടിങ് ഈക്വേഷൻ നമ്മൾ ഈ വർഷം കഴിഞ്ഞ കൊല്ലം ഒരു ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ഈ വർഷം ഞാൻ അതിൽ ക്ലാസ്സിൽ ഒരെണ്ണം കൊടുത്തിട്ടില്ല. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഒരു 4 ഐറ്റം ഉണ്ട്. അത് നിങ്ങൾ നല്ലതുപോലെ നോക്കിയിട്ടേ എക്സാമിന് പോകാവൂ. അതായത് അത് ഞാൻ ഷോർട്ടിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണം. അക്കൗണ്ടിങ് ഈക്വേഷൻ ചെയ്യുമ്പോ എപ്പോഴും ഓർത്ത് വെക്കാം, അക്കൗണ്ടിങ് ഈക്വേഷനിലെ മക്കൾക്ക് എപ്പോഴും ഈ 4 സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ പ്രീപെയ്ഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതുപോലെ തന്നെ അക്രൂഡ് ഇൻകം കിട്ടാനുള്ളത്, അക്രൂഡ് ഇൻകം. ഈ 4 ഐറ്റം ഉൾപ്പെടുന്ന അക്കൗണ്ടിങ് ഈക്വേഷനെ വരുള്ളൂ. അപ്പോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അത് ലയബിലിറ്റി ആണ്, ലയബിലിറ്റി കൂടണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അത് അസറ്റ് ആണ്, അസറ്റ് കൂടണം. അതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്ത ഇൻകം ആണ്, അത് ലയബിലിറ്റി ആണ്, ലയബിലിറ്റിയിൽ കൂടണം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ളതാണ്, അത് അസറ്റ് ആണ്, അപ്പോ അസറ്റിൽ അത് കൂടണം. അപ്പൊ ഇങ്ങനെ ഈ 4 ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കണം. ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അത് ലയബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ ലയബിലിറ്റിയിൽ ഒരു സ്പെഷ്യൽ കോളം നമ്മൾ കൊടുക്കും.
അവിടെ നമ്മൾ ലൈബിലിറ്റിയിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കോളം കൊടുത്തിട്ട് അതിൽ നമ്മൾ അത് എഴുതും. അതുപോലെ തന്നെ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസസും അസറ്റ് ആണ്, അപ്പൊ നമ്മൾ അസറ്റിന്റെ കൂടെ അത് കാണിക്കും. അതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റി ആണ്, അക്രൂഡ് ഇൻകം അതും അസറ്റ് ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ് ഇക്വേഷനിൽ അത് എങ്ങനെയാ പറഞ്ഞതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റത്. അപ്പൊ നമ്മള് അക്കൗണ്ടിങ് ഇക്വേഷൻ മക്കൾക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോ അക്കൗണ്ടിങ് ഇക്വേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അക്കൗണ്ടിങ് ഇക്വേഷനിൽ എങ്ങനെയാ വരണേന്ന് നോക്കാം. ഇത് അസറ്റ്, ഇത് ലയബിലിറ്റി, ഇത് ക്യാപിറ്റൽ. ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനിൽ കോളം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ മക്കൾക്ക് തന്നാലേ അപ്പൊ എന്ത് ചെയ്യേണ്ട വരും? അത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ലയബിലിറ്റി ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? ഡിഡക്ട് ഫ്രം ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ നമ്മൾ ക്യാപിറ്റലിന്റെ ഒരു എമൗണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ടാകും. ഈ ക്യാപിറ്റലില് ഇത് ക്യാപിറ്റലാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിന്റെ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് വേജസ്ന്നോ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നൊക്കെ മക്കൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യണം, ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞത് ഡിഡക്ട് ഫ്രം ക്യാപിറ്റൽ. ലൈബിലിറ്റിയില് ഡിഡക്ട് ഫ്രം ക്യാപിറ്റൽ ആണത്. അപ്പൊ നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കണം. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസസ് ലൈബിലിറ്റി ക്യാപിറ്റലിൽ നിന്ന് കുറച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സെപ്പറേറ്റ് ഇവിടെ എഴുതണം. ലൈബിലിറ്റിയില് ഔട്ട്സ്റ്റാൻഡിങ് ഇപ്പൊ വേജസ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഇവിടെ കൊടുക്കുകയും ചെയ്യണം കേട്ടോ. രണ്ട് ദിക്കിൽ കൊടുക്കണം. അപ്പൊ അതിനാണ് ഞാനത് മാച്ചിട്ട് അത് വരച്ച് കാണിച്ചു തരാന്ന് വിചാരിച്ചത്. അത് രണ്ട് ദിക്കിൽ എങ്ങനെയാ വരണേന്നൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റലിൽ നിന്ന് ആ വേജസിന്റെ നമുക്ക് ക്വസ്റ്റിന് തരുന്ന ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്നോ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്നൊക്കെ തന്ന അത് മക്കള് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞ ലയബിലിറ്റിയിൽ അത് സെപ്പറേറ്റ് കാണിക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് അപ്പൊ ഇത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. സെക്കൻഡ് എപ്പോഴും 4 ഐറ്റം പഠിച്ചു വെക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് തന്ന പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആണ്, അസറ്റിലേ കാണിക്കാവൂ. അസറ്റില് മാത്രം കാണിച്ചാൽ പോരല്ലോ, നമ്മൾ എന്ത് ചെയ്യണം? അസറ്റില് ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അത് ഇൻവെസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതോ സെയിൽ ചെയ്തതൊക്കെ ക്യാഷ് ഉണ്ടാകും. ആ ക്യാഷിൽ നിന്ന് നമ്മള് പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. ഡിഡക്ട് ഫ്രം ക്യാഷ്. പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? അസറ്റിൽ തന്നെ സെപ്പറേറ്റ് നമ്മൾ എഴുതണം പ്രീപെയ്ഡ്. എന്തിനാണോ പ്രീപെയ്ഡ് കൊടുത്തിരിക്കുന്നത് അത് ഇവിടെ നമ്മൾ പ്ലസ് ചെയ്യുക. എന്ന് വെച്ചാൽ സെപ്പറേറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്ത് പോകാണ് അല്ലെ. സെപ്പറേറ്റ് നമ്മൾ എഴുതുന്ന ഏത് എമൗണ്ടും പ്ലസ് ചെയ്താണല്ലോ പോകുന്നത്. അപ്പൊ വേജസിനാണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ആണ് പ്രീപെയ്ഡ് പറഞ്ഞതെങ്കിൽ നമ്മൾ ക്യാഷിൽ നിന്ന് ആ ഇൻഷുറൻസ് പ്രീപെയ്ഡിന്റെ എമൗണ്ട് മൈനസ് ചെയ്യണം. പിന്നെ നമ്മൾ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ അസറ്റില്, ഇത് അസറ്റ് ആണ്, അസറ്റില് നമ്മൾ സെപ്പറേറ്റ് കോളം കൊടുക്കണം. എന്നിട്ട് അതിന്റെ താഴെ ആ എമൗണ്ട് എഴുതണം കേട്ടോ. ആഡ് ചെയ്യാൻ ആ എമൗണ്ട് എഴുതുന്നതിനാണ് ഞാൻ ആഡ് ചെയ്യണ സൈൻ കാണിച്ചേക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതിന് അൺഏൺഡ് കമ്മീഷൻ എന്നൊക്കെ അൺഏൺഡ് ഇൻകം എന്നൊക്കെ പറയാട്ടോ. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അൺഏൺഡ്, അതായത് കിട്ടേണ്ട സമയമായിട്ടില്ല, അതിന് മുൻപേ മേടിച്ചേക്കേണ്ടതാണ്. ഇൻകം ആണ്, നേരത്തെ റിസീവ് ചെയ്തു. അൺഏൺഡ് ഇൻകം നമുക്ക് അഥവാ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് തന്നാൽ അത് നമുക്ക് ലയബിലിറ്റി ആണ്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? ക്യാഷിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോ ഓർത്ത് വെക്കാം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ കണ്ടോ, അഡ്വാൻസ് ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇൻകം ആണ് അഡ്വാൻസ് റിസീവ് ചെയ്തതെങ്കിൽ ആഡ് ചെയ്യും. എക്സ്പെൻസ് ആണ് മുൻകൂട്ടി കൊടുത്തതെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ നമ്മൾ പ്രീപെയ്ഡ് അല്ല ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ ക്യാഷിന്റെ കൂടെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ലയബിലിറ്റിയിൽ സെപ്പറേറ്റ് നമ്മൾ ഇവിടെ കൊടുക്കണം. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ആ എമൗണ്ട് ഇവിടെ കൊടുക്കണം. ക്ലിയർ ആയോ? അടുത്തത് അക്രൂഡ് ഇൻകം ആണ്. അക്രൂഡ് ഇൻകം കിട്ടാനുള്ളതാണ്, കിട്ടാനുള്ളത് അസറ്റ് ആണ്. അപ്പൊ അക്രൂഡ് ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? അസറ്റിൽ കാണിക്കണം. അത് നമ്മൾ സെപ്പറേറ്റ് ഹെഡിങ് എഴുതും, അക്രൂഡ് ഇൻകം. ഇവിടെ ഞാൻ ഇവിടെ തന്നെ നടുക്ക് എഴുതാണ്, അല്ലെങ്കിൽ
പ്രീപെയ്ഡ് ഇങ്ങോട്ട് കുറച്ച് പ്രീപെയ്ഡ് ഞാൻ ഇങ്ങോട്ട് നീക്കി എഴുതിയേക്കാണ് കേട്ടോ. പ്രീപെയ്ഡ് രണ്ടും ഒരു ഇതിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. പ്രീപെയ്ഡ് രണ്ടും ഒരെണ്ണത്തിൽ തന്നെയാണ് വരുന്നത്, അസറ്റിൽ തന്നെ. പ്രീപെയ്ഡ് എപ്പോഴും അസറ്റ് തന്നെയാണ്, ക്യാഷിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും, സെപ്പറേറ്റ് കാണിക്കുകയും ചെയ്യും. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞു. ഇനി അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ അക്രൂഡ്, ഏതിനാണോ അക്രൂഡ് പറഞ്ഞേക്കണത് അപ്പൊ നമ്മൾ അത് അസറ്റിൽ കാണിക്കും. അക്രൂഡ് ഇൻകം നമ്മൾ അസറ്റിൽ കാണിക്കണം. പിന്നെയോ ആഡ് ഇൻ ക്യാപിറ്റൽ, ക്യാപിറ്റലിലേക്ക് വരണം. ക്യാപിറ്റലിന്റെ കൂടെ നമ്മളത് ആഡ് ചെയ്യണം. ക്യാപിറ്റലിന്റെ കൂടെ അത് ആഡ് ചെയ്യണം. ഇത്രയാണ് അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഈ 4 സ്പെഷ്യൽ ഐറ്റത്തിന്റെ കണക്ക് വന്നാൽ തെറ്റിക്കാതിരിക്കാനാണ് ഞാനത് വരച്ച് രണ്ടാമത് കാണിച്ചു തന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ അക്കൗണ്ടിങ് ഇക്വേഷനും പഠിച്ചു പോകാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് വരാം. ഓക്കെ.